ഇന്ന് ഞാൻ ഒരു ബേസിക് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് ഇവിടെ ചെയ്യുന്നത്. ഇത് ഓവനൊന്നും ഇല്ലാത്തവർക്കും എളുപ്പമായിട്ട് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അതുപോലെ നല്ല സോഫ്റ്റാണ്. നമ്മുടെ ഇന്നത്തെ കേക്ക് ഞാൻ സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. ഇതുണ്ടോ, നല്ല സോഫ്റ്റും അതുപോലെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള ഒരു കേക്കാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്നത്തെ നമ്മുടെ ഈ കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 വലിയ മുട്ട അതിൻ്റെ മഞ്ഞയും വെള്ളയും വേർതിരിച്ച് എടുത്തിട്ടുണ്ട്. 3 വലിയ മുട്ടയാണ് കേട്ടോ. നിങ്ങളിപ്പോൾ വലിയതല്ല ചെറിയ മുട്ടയാണ് എടുക്കുന്നതെങ്കിൽ 4 എണ്ണം എടുക്കണം. അതുപോലെ അത് റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്ക് ആദ്യം തന്നെ ഈ മുട്ടയുടെ മഞ്ഞ നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെറ്റ് ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു 3 ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ടുണ്ട്. ഈ പാലും റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് നന്നായിട്ടൊന്ന് നമുക്ക് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് നമ്മുടെ മൈദ എടുത്തിട്ടുണ്ട്. അതുപോലെ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡറാണ്. അതുപോലെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറും ഒരു നുള്ള് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് കോഫി പൗഡർ വേണമെങ്കിലും എടുക്കാം കേട്ടോ, നെസ്കഫയോ ബ്രൂവോ. ഇത് നന്നായിട്ടൊന്ന് സീവ് ചെയ്ത് നമ്മളുടെ ഈ മുട്ടയുടെ മിക്സിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് ഒരു പഞ്ചസാര കൂടി അല്പം നമുക്ക് ചേർത്ത് കൊടുക്കണം. അത് ചിലപ്പോൾ നമ്മൾ പഞ്ചസാര ഇതിലേക്ക് ഇടുമ്പോൾ ഈ അരിപ്പയിൽ കൂടി പോകാൻ പാടായിരിക്കും. അതുകൊണ്ട് അത് ഞാനിത് ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതുപോലെ വളരെ കുറച്ച് ബേക്കിംഗ് പൗഡർ മാത്രമേ നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറിൻ്റെ ആവശ്യമേ ഉള്ളൂ. ബാക്കി നമ്മുടെ ഈ മുട്ടയുടെ നന്നായിട്ട് ഇനി ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇതുകൊണ്ടാണ് നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ എല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വെച്ചതിന് ശേഷം ഈ മുട്ടയുടെ വെള്ളം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി എടുത്തിട്ടുണ്ട്. ടോട്ടൽ ഒരു 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് വേണ്ടത്. അതിലൊരു 2 ടേബിൾ സ്പൂൺ നമ്മൾ ഓൾറെഡി ചേർത്തിട്ടുണ്ട്. ബാക്കി 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് പതഞ്ഞ് വരുന്നവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ബീറ്ററോ അല്ലെങ്കിൽ ഒരു വയർ വിസ്കോ ഉപയോഗിച്ച് നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ നമ്മുടെ ആ മുട്ടയുടെ വെള്ളയും അതുപോലെ പഞ്ചസാരയും കൂടെ നന്നായിട്ട് ഇവിടെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെയും കുറേശ്ശെയായിട്ട് നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മഞ്ഞയുടെ ആ ബാറ്ററിലേക്ക് ഒന്ന് ചേർത്ത് രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മിക്സ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, ഒത്തിരി നമ്മൾ ഇത് വല്ലാതെ അങ്ങ് ഇളക്കി കൊടുക്കരുത്. ഒരേ ഡയറക്ഷനിൽ ഒന്ന് നന്നായിട്ട് ഫോൾഡ് ചെയ്തെടുക്കുകയേ ചെയ്യാവുള്ളൂ. ഇതിപ്പോൾ ഞാൻ ആദ്യത്തെ കുറച്ച് മുട്ടയുടെ വെള്ള ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന് ഇത് മുഴുവനും കൂടി നമുക്ക് ബാക്കിയുള്ള ഈ മുട്ടയുടെ വെള്ളയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് രണ്ടും കൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യത്തെ ഈ ചോക്ലേറ്റ് മിക്സ് ഈ മുട്ടയുടെ വെള്ളയിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ നിങ്ങളിപ്പോൾ ഓവനിലാണ് കേക്ക് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ സമയം ഓവൻ ഒരു 150 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 10 മിനിറ്റ് ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കണം. നമ്മളിന്ന് സ്റ്റൗ ടോപ്പിൽ ഇത് സ്റ്റീമറിൽ വെച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നമ്മൾ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് വെച്ചാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ആ പാത്രത്തിൽ അതിന് അപ്പച്ചമ്പെന്നൊക്കെ പറയാറുണ്ട്. നിങ്ങൾ അതിൽ ഒരല്പം വെള്ളം ഒന്ന് ചൂടാകാൻ വേണ്ടി അടുപ്പിൽ വെക്കണം കേട്ടോ. ഇപ്പോൾ ഞാനൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂണോളം വനില എസൻസ് കൂടി ചേർത്ത് ഒരിക്കൽ കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു കേക്ക് ട്രേയിലേക്ക് മാറ്റാം. ഞാനിവിടെ 6 ഇഞ്ചിൻ്റെ ഒരു റൗണ്ട് കേക്ക് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ബട്ടറോ എണ്ണയോ തേച്ചതിന് ശേഷം ഒരു ബട്ടർ പേപ്പർ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കേക്കിൻ്റെ ബാറ്റർ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ലൈറ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ്. അതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസി വേണം ഇത് തയ്യാറാക്കിയെടുക്കാൻ.
ഇതിപ്പോൾ ഞാൻ ഈ കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് 1-2 തവണ ഒന്ന് ടാപ്പ് ചെയ്ത് വല്ല എയർ ബബിൾസ് ഉണ്ടെങ്കിലൊന്ന് പോകുന്നതിന് വേണ്ടിയിട്ടാണ്. അടുത്തായിട്ട് ഞാനിവിടെ അടുപ്പിൽ ഒരു ഈ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ ഒരു വലിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു 1/4 ഭാഗത്തോളം വെള്ളം ഒഴിച്ച് ഒന്ന് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാത്രം അടച്ചു വയ്ക്കുന്നതിൻ്റെ അടപ്പ് പാത്രത്തിലും ഇതുപോലെ ഒരു തുണി കൊണ്ടൊന്ന് കവർ ചെയ്തിട്ടുണ്ട്. എന്നാന്ന് വെച്ചാൽ നമ്മളിത് സ്റ്റീം ചെയ്താണ് എടുക്കുന്നത്. അപ്പോൾ ആ വേപ്പർ ഇങ്ങനെ മുകളിലേക്ക് ഉയർന്നിട്ട് അത് കേക്കിലേക്ക് വീഴാതിരിക്കാനായിട്ടാണ് ഈ തുണി കൊണ്ട് ഇത് കവർ ചെയ്തേക്കുന്നത്. അപ്പം പൊങ്ങി വരുന്ന ആ ബാഷ്പമെല്ലാം ഈ തുണിയിൽ തന്നെ പറ്റിപ്പിടിച്ചോളും. ഇനി നമുക്ക് ഈ ചൂടായിട്ടുള്ള വെള്ളത്തിലേക്ക് നമ്മുടെ കേക്കിൻ്റെ പാൻ ഒന്ന് ഇറക്കി വെക്കാം. പിന്നെ നിങ്ങൾ ഓവനിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓവൻ 150 ഡിഗ്രി സെൽഷ്യസിൽ പ്രീഹീറ്റ് ചെയ്തതിന് ശേഷം കേക്കിൻ്റെ ബാറ്റർ അതിലേക്ക് വെച്ച് ഒരു 40 മുതൽ 45 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കുക. നമ്മളിപ്പോൾ സ്റ്റൗ ടോപ്പിലാണ് വെച്ചേക്കുന്നത്. ഈ സ്റ്റൗ ടോപ്പിലുള്ള പാനിനെ അടച്ചു വെച്ച് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അടുപ്പിൽ തീ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇതിന് 40 മുതൽ 45 മിനിറ്റ് വരെ നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഓവനിൽ നിങ്ങൾക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ വാട്ടർ ബാത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ആ കേക്ക് വെക്കുമ്പോൾ ഒരു ട്രേയിലേക്ക് ഇറക്കി വെച്ച് ആ ട്രേയിൽ അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ച് നിങ്ങളത് ബേക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ കൂടുതൽ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. അത് പറ്റത്തില്ലെങ്കിൽ സാധാരണ നമ്മൾ ബേക്ക് ചെയ്യുന്ന പോലെ തന്നെ 150 ഡിഗ്രി സെൽഷ്യസിൽ 40 to 45 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 50 മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇപ്പോൾ ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിൽ തീ ഓഫ് ചെയ്തിട്ട് ഈ കേക്ക് ട്രേ ഇതിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് 2 തവണ ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു വയർ റാക്കിലേക്ക് ഇതൊന്ന് മാറ്റാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇത് ഈ സൈഡിൽ നിന്നൊക്കെ ഒന്ന് വിട്ട് വരാൻ തുടങ്ങും. പിന്നെ അങ്ങനെ വിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒരു നൈഫ് ഇതുപോലെ ഒന്ന് കയറ്റി നമുക്കിതൊന്ന് സൈഡുകളിൽ നിന്നെല്ലാം ഒന്ന് വിടുവിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. ഞാനിതിപ്പോൾ ഒരു വയർ റാക്കിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇത് നോക്കിയാൽ കാണാം ഇതിൻ്റെ താഴെ വശമൊക്കെ നന്നായിട്ട് ബേക്കായിട്ടുണ്ട്, കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഏകദേശം ഒരു 50-55 മിനിറ്റോളം ഞാനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിനെയും ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് നോക്കണം. പിന്നെ ഓവനിലാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊന്ന് ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കണം. ടൂത്ത് പിക്ക് ക്ലീൻ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 45 മിനിറ്റ്സ് ആകുമ്പോഴേ നിങ്ങൾക്ക് മാറ്റാം കേട്ടോ. അങ്ങനെ നമ്മുടെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോക്ലേറ്റ് കേക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണിത്. നമുക്ക് ബർത്ത്ഡേ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോഴും ഒക്കെ ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ചോക്ലേറ്റ് കേക്കാണ്. ഇത് ഞാൻ ഒന്നുകൂടെ കാണിക്കാം. ഇത് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വലിയ പാടൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. പിന്നെ ഇപ്പം ഞാൻ ചെയ്തതുപോലെ ആവിയിൽ സ്റ്റീമിൽ ചെയ്തെടുക്കാത്തവർക്ക് സാധാരണ ഓവനിൽ ചെയ്യുന്ന പോലെയാണെങ്കിലും ഇത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ മറക്കാതെ അന്നൂസ് റെസിപ്പീസ് എന്നുള്ള എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നമുക്കപ്പോൾ മറ്റൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. ബൈ.